സീതാദേവി ജനിച്ചത് സീതാമർഹിയിലെ ഈ സ്ഥലത്താണ് എന്ന് ഹിന്ദു മതത്തിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം അത് നേപ്പാളിലാണ് എന്നും വിശ്വസിക്കുന്നു. എന്തായാലും ഇവിടെ ആളുകൾ സീതാദേവിയെ പൂജിക്കുന്നുണ്ട്. നിത്യേന നിരവധി ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുമുണ്ട്. സീതാദേവിക്ക് ആശീർവാദ ഹേ आपके पास? बिल्कुल, मैं यहाँ की बेटी हूँ तो देवी माँ का, सीता मैया का आशीर्वाद मेरे पास क्यों नहीं होगा, है ना। सीता माता का आशीर्वाद यहाँ की बिहार की हर बेटी के पास है, सिर्फ मेरे पास ही नहीं है, हर बेटी के पास है. बेरोजगारी शिक्षा ये प्रॉब्लम है बिहार में. എന്തായാലും സീതാദേവിയുടെ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു. പക്ഷേ കുഞ്ഞുങ്ങളുടെ പഠനം ഒപ്പം തന്നെ തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ തിരക്കാണ് എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. എന്തായാലും JDU സ്ഥാനാർത്ഥിയാണ്. कि यहाँ के जो पार्लियामेंट के मेंबर हैं, सुन लीजिए मैं जो कह रहा हूँ, या विधानसभा का मेंबर हैं, आप अपने बच्चों को राजकीय मध्य विद्यालय में जब भेजाइएगा तब आप किसी शिक्षा पर उंगली उठाइएगा. आप अपने बच्चों को बोर्डिंग स्कूल में भेजवाते हैं, आप अपने बच्चों को दिल्ली भेजाते हैं, आप अपने बच्चों को केरल भेजाते हैं, आप अपने बच्चों को राजस्थान भेजाते हैं पढ़ने के लिए. जब आप स्वतः अपने बच्चों को भविष्य को बाहर से बनवाना चाहते हैं. ഇവിടുത്തെ എംപിമാരും MLA-മാരും അവരുടെ മക്കളെ ഇവിടെയുള്ള സർക്കാർ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഇപ്പോഴുള്ളൂ. അവർ മക്കളെ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും ഒക്കെ വിട്ട് പഠിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. बीच में 4 मूर्ति जो देख रहे हैं, राम जी सीता जी, राम जी सीता जी, 2 राम जी 2 सीता जी हैं. നേരത്തെ അയോധ്യയിൽ പോയിരുന്നു. അവിടെ രാമക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് കാണാറ്. സീതാദേവിയുടെ ക്ഷേത്രത്തിൽ വലിയ ആൾക്കൂട്ടത്തെ കാണാൻ പറ്റുന്നില്ല. രാമനടുത്ത് ഒരുപാട് പേരുണ്ട്, സീതയ്ക്കടുത്ത് അത്ര ആളുകളില്ല എന്ന് കാണാൻ കഴിയുന്നു. ഈ ഇന്ത്യൻ യാത്രയിൽ, ബീഹാർ യാത്രയിൽ നമുക്ക് യാത്ര തുടരാം ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ.